എത്ര അപകടങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സർക്കാർ തലത്തിൽ നികുതി കൊടുക്കുന്ന പൗരന് സുരക്ഷിതമായൊരു യാത്രാ സൗകര്യം മിനിമം ഗ്യാരണ്ടി കൊടുക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയാതെ പോകുന്നത് പരാജയമാണ്. അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കുകൾ, സീതനം കിട്ടിയതുപോലെ എന്ന് പറയുന്ന അതേ അവസ്ഥയിൽ വാഹനവും കൊണ്ട് തെരുവിലിറങ്ങുന്നത് അപമര്യാദയാണ്. അത് മര്യാദകേടാ. മുസ്ലിം ചെറുപ്പക്കാർ നന്നായി മനസ്സിലാക്കുക. നിങ്ങൾ ഈ കഴിച്ചിട്ട് എല്ലിനിടെ കയറിയിട്ട് അഭ്യാസം കാണിക്കണമെങ്കിൽ വീട്ടിനകത്താകണം, അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് വാങ്ങിച്ചിട്ട് അവിടെ കാണിക്കണം അഭ്യാസം. നിങ്ങൾക്ക് ബൈക്ക് റൈഡ് നടത്തേണ്ട സ്ഥലമല്ല ഈ പബ്ലിക് റോഡുകൾ. സാധാരണക്കാരൻ തന്റെ ജീവിതത്തിന് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുന്ന ഈ സർക്കാസ് നടക്കുന്ന സ്ഥലമാണ് ഈ റോഡെന്നുള്ളത്. പല മനുഷ്യരുടെയും ഹൃദയങ്ങൾ കയ്യിൽ ഹാൻഡിലുണ്ടാകും, കണ്ണും നിറയുണ്ടാകും, പക്ഷെ മനസ്സെവിടെ ഉണ്ടാവില്ല. ജീവിതത്തിന്റെ ഊരാക്കുടുക്കിൽ പെട്ടുപോയിട്ട് എങ്ങനെ പുറത്തു കിടക്കുമെന്ന് ആലോചിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ ഓടിപ്പോകുന്നത്. ആ പാവപ്പെട്ട വയസ്സന്മാരും സ്ത്രീകളും ഒക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും അതിന്റെ ഫ്രണ്ട് വന്ന് അഭ്യാസം കാണിച്ച് അവരെയും തള്ളിയിട്ട് കൊന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഒരു ജീവിതത്തിന്റെ ഒരു വീടിന്റെ തുണയെയും നാഥനെയും നശിപ്പിച്ചിട്ട് അയാളെ കൊലക്കി കൊടുത്തിട്ട് ഒരു ഉളുപ്പുമില്ലാതെ കടന്നു പോകുന്ന ചെറുപ്പക്കാർ ഉണ്ടാവാൻ പാടില്ല. അഹങ്കാരത്തോടെ വാഹനം ഓട്ടിക്കല്ലേ എന്ന് വിശുദ്ധ ഖുർആൻ. എന്ന് ഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ വിശ്വാസിക്ക് വേണ്ടത് വിനയമാണ് എന്ന്. വിശ്വാസി പുലർത്തേണ്ടത് അച്ചടക്കമാണ്, വിനയമാണ്. അഹങ്കാരവും അഭ്യാസവും കാണിക്കാവേണ്ട സ്ഥലമല്ല തെരുവുകളെന്ന്. യാത്ര ചെയ്യുന്ന വഴികളോട് മര്യാദ ഉണ്ടോ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പാലിക്കണ്ടേ നമ്മൾ? നമ്മുടെ അഭ്യാസം കാരണം ഒരു കുരുന്നിന്റെ ജീവൻ പോയാൽ തിരിച്ചു കൊടുക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? ആറ്റുനോറ്റിരുന്ന ഒരു കുടുംബത്തിൽ ജനിക്കുന്ന ഒരു കുഞ്ഞിന് നമ്മൾ കാണിക്കുന്ന അഭ്യാസം കാരണം സ്കൂൾ വിട്ട് നിഷ്കളങ്കമായി ബാഗ് എടുത്ത് വീട്ടിലേക്ക് ഓടി വരുന്ന ഒരു കുഞ്ഞിനെ ഇടിച്ചിട്ട് കൊന്നാൽ ആ ജീവൻ തിരിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമാകുമോ? ആ കുഞ്ഞിന് പകരക്കാരനാകാൻ നമ്മളെ കൊണ്ട് സാധ്യമാകുമോ? ഈ നഷ്ടങ്ങൾ സൃഷ്ടിക്കാൻ എളുപ്പമാണ്, ഒരാളെ കൊല്ലാൻ വളരെ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ ഒരു ജീവൻ കൊടുക്കാൻ മനുഷ്യനെ കൊണ്ട് സാധ്യമാകില്ല. എങ്ങനെ കൂട്ടിയാലും ഒരാളെ കൊല്ലുന്നത് പോലെ എളുപ്പമുള്ള കാര്യം വേറെ ഒന്നുമില്ല ഈ കാലഘട്ടത്തിൽ. എത്ര എളുപ്പമോ ഇപ്പോൾ ആളെ കൊല്ലാൻ. പക്ഷെ ഒരു ജീവൻ കൊടുക്കാൻ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും 700 കോടി ജനങ്ങളും ഒരുമിച്ച് നിന്നാലും ഒരു മനുഷ്യനെ പോലും സൃഷ്ടിക്കാൻ കഴിയില്ല. ജീവനോടെ റോബോട്ടുകൾ ഉണ്ടാക്കാൻ കഴിയും, ഒരു മനുഷ്യന് ജീവൻ കൊടുക്കാൻ മനുഷ്യനെ കൊണ്ടാവില്ല.